പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു 2 മിനിറ്റ് തരാം. എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം. സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം. അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും. ഇപ്പം അടുക്കളയെ ആശീർവദിക്കും. എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം. എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വപ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം. നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാം? കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ്. എന്താണ്? ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 15:26 ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ വീട്ടുമൃഗങ്ങളും ഇപ്പോൾ തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട്, കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ, ഇപ്പോൾ കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വരെയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊന്ന് എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോണവരുണ്ട്. പശുവും ആടുമൊക്കെ ഒന്നും പ്രസവിക്കാത്തതുണ്ട്.
അത് വാഴുന്നില്ലെന്ന് പറയരുത്. അതുപോലെയുള്ള അവസ്ഥകളുള്ള ഒക്കെ നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ശത്രുക്കളെ ആശീർവദിക്കുവാൻ, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാമെന്നുള്ള ഈശോ പറഞ്ഞത്. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം. എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്നറിയാം. പ്രമാണമുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, കരചാരം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ ഉണ്ട്, പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഇൻ്റർവ്യൂവിനുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്, നിങ്ങളുടെ പാസ്പോർട്ടുണ്ട്, പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട്, നിങ്ങളുടെ ഇനി പുതുക്കി കിട്ടേണ്ട വിസ കോപ്പിയുണ്ട്. എല്ലാം കയ്യിലെടുക്കുക. എന്താണോ നിങ്ങളുടെ രേഖകൾ, നിങ്ങളുടെ ഇൻ്റർവ്യൂ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാകും, എല്ലാം കയ്യിലെടുക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്യണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തും നന്ദി പറയുന്ന ഈശോയെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ സ്വസ്ഥ കർത്താവ്, എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല. അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ, ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശോയെ. ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം. അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം. അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അടയാളം നൽകണമേ. ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും, സമാധാനം ഇല്ലാത്തവർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ, അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ. കർത്താവ് ജഡ്ജ്മെൻറ്റ്, വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങളിപ്പോൾ കയ്യിലില്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ. ഓരോരോ വിഷയങ്ങൾ, പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതിൻ്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തളിക്കപ്പെടട്ടെ. അഡ്വാൻസ് കൊടുത്തു, അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അഡ്വാൻസ് അന്യാധീനപ്പെട്ട് പോകാൻ പോകുന്നു. നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ജോലി കിട്ടിയില്ലുമായി അതിൻ്റെ രേഖകൾ, പണയച്ചീട്ടുകൾ, ജപ്തി ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം. നമ്മുടെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചനം അനുസരിച്ചു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ. അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരിക. ഞാൻ നിങ്ങൾ ആശ്വസിക്കാൻ നളിച്ചവനെ, ഇതെല്ലാം ആശ്വാസമായി മാറണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന നളിച്ചത് അമ്മ, ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ, നിങ്ങൾക്ക് വേണ്ടി നിമിഷം മധ്യസ്ഥ വഹിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ, ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആശീർവദിക്കും. വിടുതൽ നൽകും. ഇപ്പോൾ ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രയോഗപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സുക്യത്തിന് വേണ്ടി ആത്മശക്തീകരണത്തിലും അവലംബിയായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത്. ഇപ്പം നാഥാനിയേലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, അവനിൽ ഒരു കാപട്യവും ഇല്ലെന്ന്. ഇതിപ്പോൾ നിങ്ങൾ കേട്ട് മടുത്ത് കാണാം, അതെനിക്കറിയാം. പക്ഷെ അതല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല. കർത്താവ് കുറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്, നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും. പക്ഷേ ഇത് യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നാഥാനിയേലിനെ കർത്താവ് തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത്? എനിവേ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നാഥാനിയേലില്ല.
അപ്പോഴേ കാപട്യമില്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ പരമ്പരയിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഓക്കെയല്ലേ. എന്നുവെച്ചാൽ കാപട്യം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല അർത്ഥം. കാപട്യം നിലനിൽക്കണമെന്നല്ല, കാപട്യത്തിന് ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല. മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗൗരവതരമായ ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാപട്യം ഉണ്ടായില്ലെങ്കിലും എന്താണ്, കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, വിശ്വസിക്കുന്നവരാണ് നമ്മൾ, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എങ്കിലും അവിടെ വരണത്, നീ ഉടമ്പടിയെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എന്താണ്? കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം. നടപടി 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ, ഫസ്റ്റ് പാർട്ടിയാണല്ലോ അറിയാം. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നീ ആരെക്സോർവായി, നീ ആരായാലും ഞാൻ ആരായാലും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണം. ഞാനവർക്ക് ഈ ദൈവത്തിന്, ഈ ദാവീദിന് ഇത്രയും മനസ്സിന് ഇണങ്ങാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണ്? ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ദാവീദ് തൻ്റെ കൈവിട്ടുപോയ ഒരു ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത്, കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു, എനിക്ക് ഈ അവസ്ഥയിൽ ഒന്നേ പറയാനുള്ളൂ, എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതൊരു ചങ്ക് നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയുന്നത്. നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. 2 ദിനവൃത്താന്തം 20:17. ആദ്യമേ തന്നെ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ ബെറ്റ്സി. ഞാൻ അരൂർ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂൺ 9, 2019 എൻ്റെ അമ്മ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എറണാകുളത്ത് തന്നെ എല്ലാ ഫേമസ് കോളേജസിലും പോയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ഡിപ്രസ്ഡായി. അപ്പോൾ അമ്മ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് അമ്മയോടൊപ്പം പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കാമെന്ന് നേരുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 7 പ്രാവശ്യം 7 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എറണാകുളത്ത് തന്നെ ഫസ്റ്റ് ഗവൺമെൻറ് ഓട്ടോണോമസ് കോളേജായ മഹാരാജാസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ ആദ്യം അവിടെ കിട്ടിയെങ്കിലും എനിക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എൻ്റെ ഒരു അക്കാഡമിക്സിൽ ഏറ്റവും നല്ലൊരു കോളേജായിട്ട് അത് മാറി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്ട്രീമിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നൽകിയാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ കരിയറിലും കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയുണ്ടായി. ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് പഠനങ്ങളുടെയും അതുപോലെ തന്നെ ജോലിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് മാനുഷികമായ തിരക്കുകൾ കൊണ്ട് എൻ്റെ ഉടമ്പടിയിൽ ചെറിയൊരു ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും, എന്നാലും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ജോലി ചെയ്തു. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് മാതാവ് എനിക്ക് ആദ്യമേ തന്നെ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. അപ്പോൾ അതിനെ വളരെയധികം ഉയർത്തി. മാതാവിന് അതിന് നന്ദി പറയുന്നു. ഞാൻ 4 വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് പോയി ടീച്ചിങ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചോ എന്ന് ഓർക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അതങ്ങനെ പോയി. പിന്നീട് പല സ്ഥലത്തും അപ്ലൈ ചെയ്യുമായിരുന്നു, പക്ഷേ ഒന്നും അങ്ങനെ വന്നില്ല. പക്ഷേ എൻ്റെ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ വർഷം
ഞാൻ അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അത് മാൽഡീവ്സിൽ നിന്നായിട്ടായിരുന്നു. അവിടെ നിന്ന് ഗവൺമെൻറ് സ്കൂളിലെയാണ്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്റ്റഡ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഒക്കെ ഒരു നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഒക്ടോബർ 10 ജോയിൻ ചെയ്യണം എന്നുള്ള രീതിക്കായിരുന്നു എനിക്ക് വന്നിരുന്നത്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോൾ പൂജ ഹോളിഡേയ്സിൻ്റെ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒക്ടോബർ 10 മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്ത ഏജൻസിയുമായിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വിസയോ ടിക്കറ്റോ ഒന്നും വന്നില്ല. എൻ്റെ ഓഫർ ലെറ്ററിൽ വന്ന ഡേറ്റ് കഴിയാറായി. അപ്പോൾ അത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം എൻ്റെയർ ഗവൺമെൻറ് പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന മെറിറ്റായിട്ടുള്ള എൻ്റെ ജോലി പോയി. അപ്പോൾ ജോലി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെൻഷനായി. കാരണം ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറച്ചായിരുന്നു. ജോലിയുടെ തിരക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കണമെന്ന് പറയുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊക്കെ കുറച്ച് ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ മെറിറ്റായിട്ടുള്ള ജോലി പോയപ്പോൾ ഞാൻ പിന്നീട് നന്നായിട്ട് അനുദപിച്ചു. കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു ഒക്ടോബർ മാസം കൊന്തമാസം ആയിരുന്നതുകൊണ്ട് ഒരുപാട് കൊന്ത ചൊല്ലാൻ തുടങ്ങി, ജപമാലയിലൂടെ വളരാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, പിന്നീട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ കുർബാനയ്ക്ക് ഞാനും അമ്മയും എല്ലാ ദിവസവും പോകുമെങ്കിലും ചില തിരക്കുകളൊക്കെ വരുമ്പോൾ, സ്കൂളിൽ നിന്നുള്ള തിരക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ 2 കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു, വന്ന് ഉടമ്പടി പുതുക്കണം, പ്രാർത്ഥിക്കണം, വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒക്ടോബർ 16 വന്ന് ഉടമ്പടി പുതുക്കി, പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അപ്പോൾ എല്ലാ നിയോഗങ്ങളും എഴുതി മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാൻ കൂടുതൽ നിയോഗമൊന്നും എഴുതിയില്ല. മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്നെ ഉയർത്തണമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് എന്നിൽ നിറവേറട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ നിയോഗങ്ങൾ വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കത് കിട്ടണേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു, ഇനി വിസ വരണേ, കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു നീക്കുപോക്കം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിസ തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടും, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും, ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരുപാട് സമയം ഞാൻ എടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ജപമാലകൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ തുടങ്ങി. 4 ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. കാരണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ജോലി 3 പേർക്കും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അനിയനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ നിന്ന് ഒക്ടോബർ മാസം ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ മാതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു ആശ്വാസത്തിൽ മാതാവിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനെ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് മുട്ടുകുത്തി കൈ പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറുണ്ട്, പാർവതി എന്നാണ് ആളുടെ പേര്. ആൾ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് അയച്ചു തന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു ഏജൻസിയിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളതിൻ്റെയാണ്. അപ്പോൾ ഞാൻ നോർമലി എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് വൈകുകയാണെന്നേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്തു. 2 ദിവസത്തിനകം തന്നെ അതിൽ നിന്ന് എനിക്ക് കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, റെസ്യൂം ഓക്കെയാണ്, ഇൻ്റർവ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ ഒരു 4 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ മീറ്റ് ഉണ്ടായിരുന്നു, HR, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഡെമോ ക്ലാസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പതിയെ ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. വിത്തിൻ 1 മന്ത് ആ 4 ഇൻ്റർവ്യൂസും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് മുമ്പും ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ ഇരിക്കുന്ന ആ ചെയറിൽ വെച്ചിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് മുട്ടയിൽ നിന്ന് ചൊല്ലും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ മടിയിലിരുന്ന് എന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കണം, എന്നിട്ട് പാസ്സാക്കി തരണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയുടെ സമയത്തേക്ക് ഓരോരോ വചനങ്ങൾ എനിക്ക് എവിടെ എന്നറിയില്ല, വാട്സപ്പ് എടുത്താലോ ഇൻസ്റ്റഗ്രാം എടുത്താലോ എനിക്ക് ഓരോരോ വചനങ്ങൾ വരാനായിട്ട് തുടങ്ങി. അച്ഛൻ്റെ ടോക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് വചനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ വചനങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുള്ളൊരു ബോധ്യം കിട്ടി. ഞാനതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു. ഞാനപ്പോൾ അത് സ്കൂളിലേക്ക് എടുത്ത ഒരു ബുക്കാണ്. പക്ഷേ ഞാൻ ആ ബുക്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞു, ഞാനിത് റെഡ് പേന കൊണ്ട് എഴുതുകയാണ്. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം റെഡ് പെൻ എന്ന് പറയുന്നത് ടീച്ചർമാർ കൂടുതലും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഈ റെഡ് പേന വെച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ മാതാവ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വന്ന് ഏകദേശം ഒരു 10-60 വചനങ്ങളോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിലാണ് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ജപമാല എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 മിനിറ്റോളം നിൽക്കുന്ന ഒരു ജപമാലയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നീട് അപ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം മൂവായി. 4 ഇൻ്റർവ്യൂസ് പാസ്സായി, അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഓരോ ചൊവ്വാഴ്ചകളിലാണ്. ഏജൻസിക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് ബുധനാഴ്ചയാണെന്ന് പറയുമെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജസിലെല്ലാം അത് ചൊവ്വാഴ്ചയായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ടോക്ക് കഴിയുമ്പോഴാണ് ഓരോ കോളും കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡെമോ ക്ലാസ്സിൻ്റെ ഒരു സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയം എനിക്ക് മാതാവ് ഒരു അടയാളം തന്നായിരുന്നു. ഞാനൊരു 2:30-3 മണിയുടെ സമയത്ത് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അപ്പോൾ അത് 7 തവണ കൈവിരിച്ച് പിടിച്ച് മുട്ടുകുത്തി എന്നാണ് ഞാൻ ചൊല്ലുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും, നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് മാതാവ് എനിക്ക് റോസാപ്പൂവിൻ്റെ ഒരു അടയാളം തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത്, ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങളും ഉടമ്പടിയുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങളാണ്. ദൈവം പഴയ നിയമ ജനതയോട് ചെയ്ത ഉടമ്പടിയുടെ ഓരോ വചനങ്ങളാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് സ്കൂളിലൊക്കെ സെലക്ട് ആയി കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഒലീവ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഹോസിയ 14:5 എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എനിക്ക് തരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, മാതാവ് അത് ഉറപ്പിച്ചു, നിനക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും മാനുഷികമായ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം ഒന്നും എനിക്ക് എന്താണെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും അറ്റസ്റ്റേഷൻ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 25 ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി വന്ന് പങ്കെടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത്. അതുപോലെ തന്നെ ഞാൻ സ്കാഫ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജപമാല റാലിക്ക്. ഞാൻ ഓർത്ത് കൊന്ത ചൊല്ലി നടന്നാൽ മതിയല്ലോ, സ്കാഫ് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു സ്കാഫ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ജപമാല ചൊല്ലി നടക്കാം, നോക്കട്ടെ എന്നുള്ള ഏൽപ്പെടുന്നു. എന്നിട്ട് ഞാൻ അമ്മച്ചനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മഴവില്ലൊരു അടയാളമായിട്ട് കാണിച്ചു തരാണെങ്കിൽ ഞാൻ സ്കാഫ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് നമ്മൾ കടൽ തീരത്തോട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റി മഴവില്ല്. അപ്പോൾ തന്നെ ഞാൻ സ്കാഫ് എടുത്തിട്ട് മാതാവിനോട് മാതാവ് ചെയ്തതിന് സോറിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്ലസ് എൻ്റെ പാസ്പോർട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലി ജപമാല റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ മഴവില്ല് അവിടെ തിരഞ്ഞിരിക്കുന്ന ഒരു അടയാളമായിട്ട്. കാരണം എല്ലാവരും ഇങ്ങനെ കൊന്ത ചൊല്ലി വേഗം നടന്നു പോകണം, ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പരിസരത്ത് നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഷൂസാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഷൂസിൽ കടൽ തീരത്തെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാനെടുത്തപ്പോൾ ഞാനിങ്ങനെ ആ മണ്ണ് എൻ്റെ കയ്യിലൊരു കൈക്കൊമ്പിളിൽ മണ്ണിങ്ങനെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ലക്ഷക്കണക്കിന് പേര് അമ്മയുടെ ജപമാല ചൊല്ലി നടന്നു പോയ മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ മുട്ടുകുത്തി എന്നാണ് കുറേ തവണ ഞാൻ പ്രാർത്ഥിച്ചത്. കുറച്ച് മണ്ണേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരാഴ്ചയോളം ഞാൻ അതിലിങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു. എനിക്ക് വേഗം തന്നെ വിസ വന്നു, ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ വന്നു. വിത്തിൻ 2 months, അതായത് ഒക്ടോബർ 16 ഞാൻ ചെയ്തു. സെപ്റ്റംബർ 16 ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. വീണ്ടും ഒക്ടോബർ 16, സെപ്റ്റംബർ 16, അതിനടുത്ത് തന്നെ ഡിസംബർ 16 ആ ഒരു സമയത്തിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ വിസയും കിട്ടി, എൻ്റെ ടിക്കറ്റും കിട്ടി. ഈ വരുന്ന ഡിസംബർ 31 ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഏറ്റവും നന്ദി പറയുന്നു എനിക്ക് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യമാണ്. ഇനി 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു നല്ല ഭവനം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി. അപ്പോൾ എത്ര നോക്കിയിട്ടും ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ വന്ന് ഇവിടെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കാശ് രൂപം തന്നു. അപ്പോൾ ഞാനും അമ്മച്ചിയും കുടുംബാംഗങ്ങളെല്ലാവരും ചെറിയ പ്രാർത്ഥന പോലെ ആ പറമ്പിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കാശ് രൂപം അവിടെ കുഴിച്ചിട്ടു. പിന്നെ വിഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏത് സ്ഥലമാണോ ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചത്, ഞങ്ങൾ കാശ് രൂപം ഇട്ട ആ സ്ഥലത്തു കൂടി തന്നെയാണ് അതിങ്ങനെ അളന്ന് കൃത്യമായിട്ട് പോയത്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു മനോഹരമായ ഭവനം നൽകി അനുഗ്രഹിച്ചു. 2023 മാതാവ് തന്നത്. കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയത് കാരണം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നട തന്നെയാണ്. അപ്പോൾ ആര് വന്നാലും ഞങ്ങളുടെ വീട്ടിൽ അവർ പറയും, ദൈവത്തിന് ഏറ്റവും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴും ഈ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് മാതാവ് ഒരുപാട് അടയാളങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂസൊക്കെ പാസ്സാവണേൻ്റെ ആ സമയത്ത്. റോസാപ്പൂവിൻ്റെ ഇതിലും തിരിയിൽ പിന്നെ ഹാർട്ടിൻ്റെ ഇതിലൊക്കെ കണ്ടായിരുന്നു. അതുപോലെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം പലപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മാതാവിൻ്റെ തിരിച്ചു വന്നപ്പോൾ, ഞാൻ എൻ്റെ ഉഴപ്പിക്കളഞ്ഞ ഉടമ്പടിയിൽ നിന്ന് തിരിച്ച് പുതുക്കി വന്നപ്പോൾ അകലെല്ലാം കാണിച്ച ഒരു ഇതിൽ നിന്ന് ഏറ്റവും അടുക്കാനായിട്ട് 10 ഇരട്ടി തീക്ഷ്ണതയോടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൃപകൾ വാരിക്കോരി ചൊരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നീട്
ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടപ്പോൾ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്ന് മാതാവിനെ കണ്ടു. അന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മുട്ടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ പൊന്നീശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പാടില്ലാതെ ഒരു ഓപ്പറേഷൻ ചെയ്തൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മാസത്തേക്ക് അല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ സന്ദർശിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണുന്ന ഇതിലൊക്കെ ജെനുവിനായിട്ടുള്ള കേസസിൽ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ധനസഹായം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും. എന്നിട്ട് ആ പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും, ഒരു സ്വർഗ്ഗസ്ഥനായി നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അതിൻ്റെ ഒപ്പം വിശുദ്ധ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ കുറേ പേര് കിട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഞാനത് പിന്നീട് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ നിയോഗം, മോളുടെ നിയോഗം എന്താ, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു. ജപമാലകൾ ചൊല്ലാനും പരിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടി പങ്കെടുക്കാനും കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാം മാതാവ് വളരെ ശക്തമായിട്ട് തന്നെ എനിക്ക് പ്രചോദനം നൽകി എന്നെ സഹായിച്ചു. ഇതിനെല്ലാത്തിനും പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി കോടാനുകോടി നന്ദി പറയുന്നു. ഹോസിയ 14:5-7 വരെ തിരുവചനങ്ങൾ. ഇസ്രയേലിന് ഞാൻ തുഷാര ബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവൻ ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചു വന്ന് അവൻ എൻ്റെ തണലിൽ വസിക്കും, പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും, ലബനോനിലെ വീഞ്ഞ് പോലെ അവർ സൗരഭ്യം പരത്തും. മരിയ ബെത്സി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് തൻ്റെ ഭൗതിക ജീവിതത്തെ അനുഗ്രഹിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അലസമായി ഉടമ്പടി ജീവിച്ച ഒരു കാലവും ആത്മാർത്ഥമായി ഉടമ്പടി ജീവിച്ച ഒരു കാലവും മകൾക്കുണ്ട്. രണ്ട് കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾ മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, അറിഞ്ഞ് സ്നേഹിച്ച് ഉടമ്പടിയുടെ ഓരോ കാര്യവും ചെയ്തു തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്ന വിധത്തിൽ സന്തോഷം, സമാധാനം, ജീവിതത്തിലെ പരിശ്രമങ്ങൾക്കൊക്കെയും ഫലസ്ഥിതി, ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന ഓരോ നിയോഗവും അമ്മ മാതാവ് ഏറ്റെടുത്ത് സമയച്ചുരുക്കത്തിൽ അനുവദിച്ചു തരുന്നത് കാണുന്നുണ്ടായിരുന്നുവെന്ന്. ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പറയുന്നതും വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ക്ലേശത്തിൻ്റെയും ഒരു അനിശ്ചിതത്വത്തിൻ്റെയും കാലത്തിലൂടെ മകൾ കടന്നു പോകുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കിത് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ്. ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം നമ്മുടെ ആത്മീയ ജീവിതം ക്രമപ്പെടുത്തുകയും ഭൗതിക ജീവിതത്തെ നീതിയിലും സ്നേഹത്തിലും നിലനിർത്തുകയും ചെയ്തിട്ടും നമുക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ, തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അത് ഓർത്തുകൊള്ളണം. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ദൈവം കൈപിടിക്കുന്നതിനുള്ള അവസരമാണെന്ന്. താൽക്കാലികമായ വേദനകളും ഇകഴ്ത്തലുകളും താൽക്കാലികമായ അപമാനങ്ങളും മാറ്റി നിർത്തപ്പെടലുകളും നമുക്കത് വേദന നൽകുന്നത് തന്നെയാണെങ്കിലും നമ്മൾ ദൈവകരങ്ങളിലേക്ക് ആ ജീവിത അവസരങ്ങളെയും ജീവിത വഴികളെയും അറിഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്താൽ നാം അതിലും വളരെ മെച്ചപ്പെട്ട വളരെ നന്മയുള്ള ജീവിതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വയ്ക്കുന്നത് കാണാനാവും. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ക്ലേശത്തിലായി പോവുക ഒരു പരീക്ഷണത്തിൻ്റെ അവസരത്തിൽ ദൈവത്തെ കൈവിട്ട് കളയുന്നു എന്നതുകൊണ്ടാണ്. ജീവിതം ഉലയുന്ന അവസരത്തിൽ കൂടെ വേണ്ടത് കർത്താവെന്ന് തിരിച്ചറിയുമ്പോഴും കർത്താവിൽ ശരണപ്പെട്ട് അചഞ്ചലമായി നിൽക്കുവാൻ നമുക്ക് വരുന്ന ഒരു അധൈര്യമോ അലസതയോ ആണ് പലപ്പോഴും ജീവിതം കൂടുതൽ ക്ലേശപൂർണ്ണമാക്കുക. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ജീവിതം വല്ലാതെ അസ്വസ്ഥപ്പെടുമ്പോഴും ജോലി നഷ്ടപ്പെട്ട ജീവിതം അതൊന്ന് ഉലയുമ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടുതൽ വിശ്വസ്തതയിലും കൂടുതൽ ത്യാഗത്തിലും ആത്മാർത്ഥതയോടുകൂടി മകൾ ഉടമ്പടി ജീവിക്കുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ജപമാല തീരുവാൻ 50 മിനിറ്റെങ്കിലും എടുക്കുമായിരുന്നു. നമുക്കൊരു ജപമാല 20 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് ഓടിച്ചൊക്കെ ചൊല്ലാൻ പറ്റും. പക്ഷേ ഒരു ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ അമ്മ മാതാവിനോടൊപ്പമുള്ള ഏറ്റവും ശാന്തമായ ഒരു സംസാരം, വചനം ചേർത്ത് വെച്ചുള്ള ഒരു സംസാരം, ജീവിതത്തിൽ ബന്ധപ്പെടുന്ന മേഖലകളെയും പ്രാർത്ഥിക്കേണ്ട വ്യക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംസാരം, അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് ചൊല്ലിത്തീർക്കലല്ല,
മറിച്ച് അമ്മ ഇടപെടും വിധം ജീവിതത്തെ ക്രമീകരിച്ചു കൊടുക്കലാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുമ്പോഴാണ് ഉച്ചരിക്കുന്ന വാക്കിനും ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയുക, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഉടമ്പടി, അത് ജീവിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തികളാണ്. കാരണം ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഉടമ്പടിയുടെ പ്രവൃത്തികളും അത് ആത്മാവ് കൊടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫലമില്ലാതെ ശൂന്യതയാവും. പ്രിയമുള്ളവരെ, മകളുടെ ആ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവൾ ഉടമ്പടി മനസ്സിലാക്കി സ്നേഹത്തോടെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന നിമിഷം മുതൽ ഓരോ കാര്യവും അത് പൂർണ്ണമായും അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് സമയം നോക്കാതെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ അവളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതാണ് അവൾക്ക് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ, സുന്ദരമായൊരു വീട് നിർമ്മിച്ചു തീർത്തതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ, അതിലേറ്റവും മനോഹരമായി ഒരു കർത്താവിൻ്റെ നട ഒരുക്കിയെടുത്തു എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചോദിക്കുന്നതൊന്നും ദൈവം നിരസിക്കാറില്ല. ചോദിക്കുന്ന നിയോഗങ്ങൾക്ക് നന്മയായിട്ടുള്ളതൊക്കെയും അനുവദിച്ച് തരാറുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൗശലമോ മുനകളോ ഉണ്ടെങ്കിൽ ആ മുനയൊടിച്ചും കൗശലം നീക്കിയും അത് വിശ്വസ്തമായി കരങ്ങളിൽ എങ്ങനെ ഏൽപ്പിക്കണമോ ആ രീതിയിൽ നമ്മളെ ഏൽപ്പിക്കുന്നതാണ് അനുഗ്രഹമായി നാം അനുഭവിക്കുന്നത്. നാം ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി നമ്മളെ വളർത്തുന്നുണ്ടോ? നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടുകളെ, ആത്മീയമായ ജീവിതത്തെ ഉടമ്പടി എത്രത്തോളം വളർത്തുന്നുണ്ട്? കുറേ കൂടി ശാന്തതയിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ടോ? കുറേ കൂടി മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ താല്പര്യങ്ങൾ ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ക്രമീകരിക്കുവാൻ നമുക്ക് സഹായിക്കുന്നുണ്ടോ? അങ്ങനെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ഒരു ഷിഫ്റ്റിന് വേണ്ടി, ഒരു പാരഡൈം ഷിഫ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്നുവെങ്കിൽ, സമൂലമായൊരു പരിവർത്തനത്തിന് വേണ്ടി ഉപകരിക്കുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും, ഏറ്റവും വിലപ്പെട്ടത്, ഒരിക്കലും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത് എൻ്റെ കർത്താവ് മാത്രമെന്ന്. കർത്താവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചു എന്നതാണ് മറിയത്തിൻ്റെ പ്രത്യേകതയും. അമ്മ മാതാവ് ദൈവപിതാവിന് വാക്കുകൊടുത്ത നിമിഷം മുതൽ അമ്മ ദൈവപിതാവിനോടൊപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ കനൽ വഴികളെയും നടന്നു തീർത്തു. അത് അല്പം പോലും പരാതിയില്ലാതെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെ മുഴുവനും സ്വീകരിച്ചുവെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത ഉടനെ അനുഗ്രഹങ്ങളായി എല്ലാം മാറുന്നുവെന്നല്ല, മറിച്ച് ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും ദൈവികമായി കാണുവാൻ നമുക്ക് കാഴ്ച കിട്ടുന്നു എന്നതാണ് പ്രത്യേകത. കുറേ ക്ഷമിക്കുവാൻ, ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചാൽ വിട്ടുകളയുവാൻ, കുറേയൊക്കെ നിർബന്ധങ്ങളെ ഉപേക്ഷിക്കുവാൻ, ആർത്തിയില്ലാതെ ജീവിക്കുവാൻ അമ്മ മാതാവ് നമ്മുടെ കരം പിടിച്ചുകൊണ്ട് പറയും, ഇതിലും വലുത് എത്രയോ ലോകത്ത് നടന്നതാ, എന്നിട്ട് ഇപ്പോൾ എന്തായി? അതുകൊണ്ട് നീ എന്തിന് ചെറിയ കാര്യങ്ങൾക്ക് ഇതിന് മാത്രം ആദി പിടിക്കുന്നു, വേദനിക്കുന്നു? വിട്ടുകളാ. നിനക്ക് വേണ്ടത് അനുഗ്രഹമായിട്ടുള്ളത്, നിലനിൽക്കുന്നത്, നിന്റെ ആത്മാവിന് നാശമുണ്ടാക്കാത്തത് ഞാൻ നിനക്ക് നേടിത്തരുമെന്ന്. അതെപ്പോഴും ഉടമ്പടി നമുക്ക് കാണാനാവും. ആത്മാവിനെ നശിപ്പിക്കാത്തതൊക്കെയും ദൈവം അനുവദിച്ചു തരുവാൻ അല്പം പോലും അമാന്തിക്കാറില്ല. അതുകൊണ്ട് ഉടമ്പടി ജീവിതം എന്നത് നമ്മുടെ ആത്മാവിനെ കുറേ കൂടി ദൈവത്തിന് ഉടമസ്ഥത കൊടുക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കലാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്കെപ്പോഴും നോട്ടവും പ്രാർത്ഥനയുമെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും സങ്കടപ്പെട്ടു പോകും. കാരണം കിട്ടുന്ന നേട്ടത്തിനപ്പുറം ആദി പിടിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. നാം നേട്ടത്തെ മാത്രമാണ് കാണുന്നതെങ്കിൽ നേട്ടത്തിനപ്പുറം അതിന് പുറകെ വരുന്ന പുതിയ വിഷയങ്ങൾ, പുതിയ പ്രശ്നങ്ങൾ, അത് തലവേദന മാറാത്തതുപോലെ നമുക്ക് നിലനിൽക്കും. മറിച്ച് ദൈവമാണ് ജീവിതത്തിൻ്റെ ഉടമസ്ഥതയായി മാറേണ്ടതെന്ന് നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും സമാധാനത്തോടെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനാണ് അമ്മ മാതാവ് നമ്മളെ കരം പിടിച്ചുകൊണ്ട് ഈ ജീവിതശൈലി പഠിപ്പിക്കുന്നത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം, ദൈവേഷ്ടമായിരിക്കണം നമ്മുടെ നിയോഗം. ദൈവേഷ്ടത്തിൽ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പെടുന്ന വിഷയങ്ങൾക്ക് മേലും ദൈവം കരം പിരിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് ഒരുക്കിത്തരും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സാക്ഷ്യം പറയാൻ നിയോഗിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സെൽവി. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ്. ഞാൻ ഉടമ്പടിയെടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഒരു രോഗസൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തത്. മകൾ സ്കൂളിൽ പോകുന്ന സമയത്തും ഫസ്റ്റ് ടൈം തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ സ്ഥിരം സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് തലകറക്കം, ദേഹാസ്വസ്ഥത കാണിച്ചു തുടങ്ങി.
വീട്ടിലാണെങ്കിലും ഇത് തന്നെ പതിവായിരുന്നു. നിൽക്കുന്ന ഇപ്പോൾ ആൾ തലചുറ്റി താഴെ വീഴുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും, സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും. അതൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സ്ഥിരം ഇങ്ങനെ ആയപ്പോൾ സ്കൂളുകാർ തന്നെ പറഞ്ഞു, ഇനി മോളെ സ്കൂളിലേക്ക് വിടണ്ട, വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി, എക്സാം വന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ 5-6 മാസം വരെ സ്കൂളിൽ നിന്ന് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്. അറിയാൻ കാരണം പണ്ട് എപ്പോഴോ ഞാൻ ഈ പത്രം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആരും പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു കൃപാസനം എന്നൊരു പേര് ഉള്ളിലേക്ക് വരികയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു ഈ കൃപാസനം എന്താണെന്ന്. പക്ഷേ അവർക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോഴെനിക്ക് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു. അപ്പോൾ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോളെയും കൊണ്ടിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തെങ്കിലും കുറച്ച് നാൾ, ഒരാഴ്ച വരെയൊക്കെ വീണ്ടും ഈ തലകറക്കം ഉണ്ടായിരുന്നു മോൾക്ക്. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുത്തു തുടങ്ങി. മോൾക്ക് വെഞ്ചരിച്ച ഉപ്പ്, തേന്, തൈലം ഇതൊക്കെ തേച്ച് തുടങ്ങിയതിന് ശേഷം മോൾക്ക് പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു. ആ തലകറക്കം പൂർണ്ണമായിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷേ തനിക്ക് പറ്റിയില്ല. വീണ്ടും മോൾക്ക് ഇങ്ങനെ വന്നു തുടങ്ങി വൈകിയ സമയത്ത്. പിന്നീട് വന്നു അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു വിഷയമേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു, ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി 4 പഫ് വെച്ച് ഉപയോഗിക്കും. സ്ഥിരം പഫ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുത്തു തുടങ്ങി. ഉപ്പ്, തൈലം, തേന് ഇതെല്ലാം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ ശ്വാസമുട്ടലും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ആമവാദമുണ്ടായിരുന്നു. കാരണം അതിന് 1 വർഷം മുന്നേ തൊട്ട് ഞാൻ ഗുളിക കഴിച്ചു തുടങ്ങിയെങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. തീർത്തും 2 മാസത്തോളം ഞാൻ ഒറ്റ കിടപ്പായിരുന്നു. ദേഹം മൊത്തം നീര് വന്നിട്ട് കാലും കൈവിരലും മൊത്തം അകന്ന് കിടക്കി എണ്ണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഹസ്ബൻഡ് വെളിയിലായിരുന്നു. പുള്ളി ജോലി ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു. എന്നിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മക്കളുടെ കാര്യം നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. അതിനുശേഷം എനിക്ക് നല്ല വ്യത്യാസം വന്നു തുടങ്ങി. കാലിൻ്റെ വേദന കുറച്ച് മാറിക്കിട്ടി, ദേഹത്തെ നീര് മാറിക്കിട്ടി. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കളായ തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് എനിക്ക് ബ്ലീഡിങ് വന്നു തുടങ്ങി. നല്ല രീതിയിൽ ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതിന് ശേഷം 6 മാസം വരെ മെഡിസിൻ ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാനൊരു 4-5 മാസം വരെ മെഡിസിൻ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ തന്നെ അത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. ഉപ്പാണെങ്കിലും തേനാണെങ്കിലും തൈലം എല്ലാം ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. 1 വർഷത്തോളം കഴിഞ്ഞ ശേഷം ഞാൻ പോയി സ്കാൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പമായിട്ടുണ്ടായിരുന്നില്ല. ബ്ലീഡിങ്ങും പൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് എനിക്ക്. അതോളം അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഇവിടുത്തെ പത്രം വാങ്ങിച്ച് ഞാനും മക്കളും ചേർന്നായിരുന്നു പുറത്ത് കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകളിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ, പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഒരുപാട് സഹായം ചെയ്യുമായിരുന്നു. ഓരോ രോഗികൾക്ക് വേണ്ടി സഹായം ചെയ്യുമായിരുന്നു. അതുപോലെ അനാഥാലയങ്ങളിൽ ഞങ്ങൾ പോകുമായിരുന്നു, ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ വളർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ വായന, 1/2 മണിക്കൂർ ബൈബിൾ വായന മുടങ്ങാതെ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്ലഡ് കൂടും. പിന്നെ അത് ഷെയർ ചെയ്യും, ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കും, ധ്യാനം കൂടും. അങ്ങനെ ആത്മീയമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് ഈശോ നൽകുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സെൽബി എന്ന ഈ മകളുടെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. സെൽബിയുടെ കുടുംബത്തിൽ, സെൽബിക്കും മക്കൾക്കും അവരുടെ കുടുംബത്തിലുണ്ടായ വലിയ സൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെയധികം നാളുകളായി വേദന അനുഭവിച്ചിരുന്ന, ജീവിതാസ്വാസ്ഥ്യം കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന ഇവർക്ക് പരിശുദ്ധ അമ്മ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോൾ മറ്റാർക്കും സൗഖ്യപ്പെടാൻ സാധിക്കാതിരുന്ന അത്ഭുത സൗഖ്യങ്ങളാണ് ഇവരുടെ കുടുംബത്തിലുണ്ടായത്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ, ജീവിതഭാരത്തെ ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. സെൽബിയുടെ മകൾ സ്കൂളിലായിരുന്നപ്പോൾ ഇടയ്ക്കിടെ തലകറങ്ങി വീണുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സിന് പോലും മനസ്സിലാകാതിരുന്ന
ഒരു വലിയ അസ്വസ്ഥത അവർക്കുണ്ടായി. ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ ആ ഒരു അസ്വസ്ഥത നീങ്ങിപ്പോയി, സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സെൽബിക്ക് വളരെ നാളുകളായിട്ടുണ്ടായിരുന്ന ആമവാദം എന്ന അസുഖം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മകൾക്ക് സൗഖ്യം പ്രാപിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതീവ തീവ്രമായ ബ്ലീഡിംഗ് മൂലം യൂട്രസിലുണ്ടായിരുന്ന ഫൈബ്രോയിഡ് ഇവിടെ ഉണ്ടായിരുന്ന തൈലം പൂശി, നേർച്ച വസ്തുക്കളായ തൈലം പൂശി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം പ്രാപിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ഉടമ്പടി എന്നുള്ളത് ഒരു ഉടൻ പരിഹാരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമുക്ക് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം നേടിത്തരുന്നത്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം അൾത്താരയിൽ നാം സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അതല്ല അതിൻ്റെ അവസാന ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി എന്നത് ഉടൻ പരിഹാരം കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല. ഉടമ്പടി നമ്മുടെ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. ഈശോ നമ്മെ ശാശ്വതമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അച്ചാരവും ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണിത്. നമുക്ക് ഈശോയെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുകയും ആ സാമീപ്യം നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. സെൽബിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും